മണിക്കാണ് പോയിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്കാണ് ഈ ഒരു വണ്ടിയുടെ റിവീലിംഗ് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് സ്റ്റാർട്ട് അപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അതാ പഴയ കളറിലോട്ട് ആവുകയാണുണ്ട്. ഇപ്പം തന്നെ നല്ല ചൂടടിച്ചിട്ട് രാവിലെ 5 മണിക്കത്തെ ബാങ്കാണ് അവിടെ കേൾക്കുന്നത് കേട്ടോ. സ്റ്റിൽ വർക്കിംഗ് നമ്മൾ ഇപ്പോഴും. നമ്മുടെ 700 അപ്ഡേഷൻ എന്തായെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോയുടെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇന്ന് റൈസ് മോട്ടയിൽ പോയിട്ട് വണ്ടി ഫുള്ള് ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന ഫുള്ള് 780 പാർട്സുകളാണ്. ഇത് ഫ്രണ്ടും ബാക്കും നമ്പർ പ്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഓൺ ഡിസൈൻ എന്ന് പറഞ്ഞ് പേജിൽ നിന്ന് ചെയ്ത നമ്പർ പ്ലേറ്റ് ആണ്. അതായത് ഒരു കീ ചെയിനൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പുതിയ നമ്പർ പ്ലേറ്റ് 780 കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. MH വണ്ടിയാണ്. ഓക്കെ, കുറച്ച് ഡിപ്പ് ചെയ്ത പീസാണ്. നമ്മുടെ ഹ്യൂ റേഡിയയിൽ കൊടുത്ത പീസസാണ് ഇതെല്ലാം. ഇതൊക്കെ ഫുള്ള് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ചെയിൻ കവറാണ് വരുന്നത്. ഇവിടെയൊക്കെ കുറച്ച് പാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ഫുൾ പ്ലാസ്റ്റിക് വെൽഡിങ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, ഇത് മൊത്തം ഡിപ്പിങ്ങിൻ്റെ പീസസാണ്. ചെയിൻ്റെ കവറാണ് കേട്ടോ. കീ സെറ്റിൻ്റെ അവിടെ കവർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇത് മാറ്റി വെച്ചേക്കാം. ഇത് നമ്മുടെ സ്റ്റോക്ക് ഡി ക്യാറ്റ്. ഇതാണ് കമ്പനി വരുന്ന സ്റ്റോക്ക് ക്യാറ്റ് കേട്ടോ. ഇത് റിമൂവ് ആക്കിയിട്ട് കുറച്ചും കൂടെ ലൗഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കസ്റ്റം മെയ്ഡ് ക്യാറ്റ് ഉണ്ടാക്കിയത്. ഇത് മൊത്തം തുരുപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ കൊണ്ടുവന്ന് ഫുൾ സാൻഡ് ചെയ്തിട്ട് ഫുൾ മാറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് വെക്കണം വേണ്ടതെന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇതുകൂടെ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ. ഓക്കെ, പിന്നെ ഫിൽറ്റർ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ അതിൻ്റെ പഴയ നട്ട് ബോൾട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ നമ്മളെ ബേക്ക് ടൈറ്റ് ചെയ്തി കുറച്ച് പാർട്സുകളൊക്കെ ഇതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ബാറ്ററിയുടെ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇത് ഫ്യൂൽ പമ്പാണ്. ഇത് നശിച്ചു വരയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ ഫ്യൂൽ പമ്പ് ഉണ്ടോ, ഒരു പടമുണ്ടാലും ഫ്യൂൽ പമ്പാണ് കേട്ടോ ഇത്. അതിനെ നമ്മുടെ വെണ്ടേറ്റത്തെ പ്രോജക്റ്റിൻ്റെ സീറ്റാണ് ഗൈസ് ഈ കാണുന്നത്. ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. യെസ്, ഇതാണ് ഫ്രണ്ട് സീറ്റ് കേട്ടോ. ബാക്ക് സീറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അടിപൊളി, രക്ഷയല്ലേ സാധനം. കിടുക്കിയിട്ടുണ്ട്. ഡ്യൂക്സൽ എന്നുള്ള ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഫുൾ KTM ബാഡ്ജിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ യോഷിമോരുടെ എക്സോസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ വയ്ക്കും, ചിലപ്പോൾ വയ്ക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ടൈമില്ല. നമ്മളിപ്പോൾ നേരെ സാധനം എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് റൈസ് മോട്ടലിട്ട് പോകാം. ഷാജനും വിളിച്ചിട്ട് റൈസ് മോട്ടലിൽ പോകും കേട്ടോ. ഇതെല്ലാം ഇനി പറക്കി കാറി കയറ്റാം. അപ്പോൾ അതാ ഗൈസ് നമ്മുടെ 790 അടുത്തതാ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫുൾ വർക്ക് നമ്മൾ ഫുള്ള് നമ്മൾ പെയിൻറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വീലും ബാക്ക് വീലൊക്കെ കഴിഞ്ഞ കൂടി കാണിച്ചു തന്നായിരുന്നു. നമ്മളെ എൻജിൻ സൈഡൊക്കെ ഫുള്ള് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. കമ്പനി ഫിനിഷിൽ സാധനം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെയിം ഗ്രേയും ആ ഒരു ബ്ലാക്ക്, ഇത് ഈ ബ്ലാക്ക് അല്ല, കുറച്ചും കൂടെ ഒരു മഞ്ഞ ബ്ലാക്കായിരുന്നു സ്റ്റോക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ബ്ലാക്കിലോട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് ബ്ലാക്കിലോട്ടാക്കി ഈ ഒരു KTMൻ്റെ നമ്മുടെ ഓറഞ്ചിലോട്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് അടിച്ച പീസും കുറച്ചൊക്കെ പെയിൻറ്റ് എന്തായാലും നിർത്തി അടിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാസ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാജി ബ്രോ സെറ്റല്ലേ? ഇന്നിറക്കില്ലേ നമ്മൾ വണ്ടി? ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബോൾട്ടിൻ്റെ അകത്തൊക്കെ ചെറിയ പെയിൻറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ക ആക്കിയിട്ട് നമ്മൾ വണ്ടി സെറ്റിങ് തുടങ്ങുകയുള്ളൂ. നമ്മളിന്ന് വൈകിട്ടാണ് വന്നത്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് തീരാനായിട്ട് രാത്രിയാവും, അല്ലെങ്കിൽ വെളുപ്പാങ്കലമൊക്കെ ആവുമായിരിക്കണം, അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന പാർട്സൊക്കെ ഇത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന പാർട്സുകളൊക്കെയാണ്. നമ്മൾ ഡിപ്പ് ചെയ്ത മൾഗാർഡും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നമ്മൾ 780 പാർട്സുകളാണ്. ഓക്കെ, പെട്രോൾ സഹിതം എല്ലാം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു നട്ടും ബോൾട്ടും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അത് മൊത്തം നമ്മൾ ചുരുണ്ടി എടുത്ത് തരാം കേട്ടോ. കുറേ നമ്മൾ എത്രയൊക്കെ മാസ്ക് ചെയ്താലും കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായാലും വരും കേട്ടോ. അപ്പം അത് ഫുള്ള് കഴിഞ്ഞ് നമ്മളിനി അടുത്ത നോക്കി സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മുടെ അടുത്ത ഇവിടെ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ടാങ്കിൻ്റെ പീസ് ഞാൻ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അത്ര വലിയ എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് വർക്കൊന്നുമില്ല. ഞാൻ സ്റ്റോക്ക് ലുക്കിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഫുൾ ഔട്ട് വണ്ടിയുടെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കാണിക്കാൻ പറ്റൂ കേട്ടോ. എങ്കിലും ഇത് കാണുന്ന നിങ്ങൾക്കും ഒരു രസമുള്ളൂ. ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് പാനലൊക്കെ കാണിച്ചു തരാം. അതാ ഓറഞ്ചിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം കാണിച്ചു തന്ന്. ടാങ്ക് മാത്രമേ ഉള്ളൂ ചെറിയൊരു കളർ വ്യത്യാസം നേരത്തെ ഉള്ളതിൽ. ടാങ്കില്ല, മൊത്തത്തിൽ കളർ വ്യത്യാസം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫുൾ കംപ്ലീറ്റ് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ചെയ്തതാണ്. വണ്ടി ഭയങ്കര രസമായിരിക്കും കേട്ടോ ഓടിക്കാനായിട്ട്. കംപ്ലീറ്റ് എല്ലാം സെറ്റാക്കി വരാൻ നേരത്ത് വിഷയമായിരിക്കും. അപ്പോൾ അതാ നേരമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ പയ്യെ എടുത്ത് വർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് പോയാൽ കേട്ടോ. ഓക്കെ,
സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇതാ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ കാണുന്ന കണക്കല്ല കേട്ടോ, ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ടൈം എടുത്താണ്. സാധാരണ നോർമൽ ബൈക്ക് കണക്കല്ല, ഇതിൻ്റെ എക്സോസിൻ്റെ ബെൻഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അപ്പോൾ 9:30 ആയി. ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഉറക്കമൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്ത് തീർക്കും, വണ്ടി ഇന്ന് ചെയ്ത് തീർത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. ഹെഡ്ലൈറ്റൊക്കെ സെറ്റാക്കി ഇതിൻ്റെ പീസസൊക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ ഇതിൻ്റെ ഓണർ ഇവിടുത്തെ സ്റ്റാഫ് ആരുമില്ല, ഞാനും നമ്മളെ ബ്രോയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഷോപ്പിന് താക്കോൽ എന്നെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിക്കാണ് ഈ ഒരു വണ്ടിയുടെ റിവീലിംഗ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് പൂട്ടി താക്കോലും കൊണ്ട് പോയിട്ട് നാളെ രാവിലെ വരാൻ പറഞ്ഞ് എനിക്ക് അത്രയ്ക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ വണ്ടിയുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ള് കിടക്കുന്നത് കേട്ടോ. എല്ലാവരും കണ്ടുപിടിച്ച് ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ഗൈസ്. ടൈം എടുത്ത് ചെയ്യാം, പക്ഷേ നമ്മൾ നീറ്റായിട്ട് ചെയ്യും. 3D പ്രിൻ്റ് സാധനം ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം കിട്ടിയില്ല കേട്ടോ, കുറച്ച് ലാഗായി പോയി സാധനം. ഇനി 2-3 ദിവസം കൊണ്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. 2-3 ദിവസമല്ല, ഒരാഴ്ചയൊക്കെ എടുക്കും ഇനി കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ കുറച്ചാൾ വെയിറ്റ് ചെയ്ത് അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അല്ലാതെയാണ് സെറ്റ് ചെയ്തത്. ഇനി അത് കിട്ടാൻ നേരത്തെ വീണ്ടും ഈ സൈഡ് ചേസസൊക്കെ ഇളക്കിയിട്ട് അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. റിസ്വാൻ ബ്രോ എത്തിയിട്ടുണ്ട്. 1:30 രാവിലെ 1:30 ആയപ്പോൾ ബ്രോ വന്നു കേട്ടോ. വൈകിട്ട് വന്നതാണ്, പിന്നെ ഇപ്പൊ വീണ്ടും വന്ന്. ഓ താങ്ക് യു. വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഉറങ്ങണം, അതിനുശേഷം രാവിലെ വരണം. നമ്മളെ NS200 എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് റീസ്റ്റോർ ചെയ്തത് കേട്ടോ. അതും അടിപൊളി, ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതിരിക്കാൻ കേട്ടോ. അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ കടന്ന് ടാങ്കിൻ്റെ പമ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ടാങ്ക് ECU അതിൻ്റെ 6000 യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ്. എയർ ഫിൽറ്റർ ബോക്സ് സംഭവങ്ങളെല്ലാം സെറ്റാക്കി കേട്ടോ. ഇനി വണ്ടിയുടെ ടാങ്കും അതിൻ്റെ സീറ്റും വെച്ചാൽ വണ്ടി കംപ്ലീറ്റ് ആയി. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് കൂടെ സെറ്റ് ചെയ്താൽ കഴിഞ്ഞു കേട്ടോ പരിപാടികൾ. 790 ഫ്യൂൽ ഗേജാണ് കേട്ടോ ഈ കാണുന്നത്. പമ്പ് സെപ്പറേറ്റ് ആണ്, അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഹോളുണ്ട്. അതിൻ്റെ അകത്താണ് ഇത്രയും വലിയൊരു ഫ്യൂൽ ഗേജ് വന്നിരിക്കുന്നത്. കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് കേബിൾ കുറച്ച് ഇവിടെയൊക്കെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കേബിൾ നല്ല തിക്നെസ് ഉള്ള കേബിളാണ്, പക്ഷേ ഇതിൻ്റെ ഔട്ടർ കേബിളൊക്കെ ചെറുതായിട്ട് തുരുമ്പൊക്കെ ആയിങ്ങനെ വിടറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേബിളിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയാമോ? ക്ലച്ച് കേബിൾ 4000 രൂപയാണ് ഈ ഒരു 780 ക്ലച്ച് കേബിളിൻ്റെ റേറ്റ് കേട്ടോ. ഇതേപോലെയാണ് ഓരോ പാർട്സിൻ്റെ റേറ്റ്. ഫോർക്ക് സീലിൻ്റെ റേറ്റ് ഏകദേശം 5500 രൂപയാണ്. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ഇതൊക്കെ പുറത്തെ പീസാണ്, ഷോറൂമിൽ ഈ സാധനം കിട്ടാനില്ല. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ കേരളത്തിൽ കിട്ടത്തില്ല. ബാംഗ്ലൂർ ഷോറൂമിൽ തിരക്കിയപ്പോൾ അവിടെ ഓയിൽ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 2 ഓയിൽ ഫിൽറ്റർ ഉണ്ടായിരുന്നു അവിടെ. ആ 2 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് സാധനം നാളെ മറ്റന്നാളെ വരും. അത് വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. ബാക്കി പാർട്സ് ഒന്നും കിട്ടാനില്ല. കിട്ടാനുണ്ടെങ്കിലും കൊടുക്കുന്ന റേറ്റാണ് കേട്ടോ, ഭയങ്കര ഡിമാൻഡ് റേറ്റാണ്. ഇപ്പോൾ ക്ലച്ച് കേബിൾ തന്നെ 4000 രൂപ. അതേപോലെ തന്നെ ഫോർക്ക് സീൽ ഞാൻ തിരക്കിയപ്പം 5500 രൂപ ഫോർക്ക് സീൽ വരും കേട്ടോ. അങ്ങനെ മുടിഞ്ഞ റേറ്റാണ്. പിന്നെ ഈ സൈഡ് പാക്കിംഗ് ഉണ്ടല്ലോ, മാഗ്നറ്റ് സൈഡ് പാക്കിങ്, ക്ലച്ച് സൈഡ് പാക്കിങ് ഒക്കെ വരാൻ നേരത്ത് 1900 രൂപയാണ് ഒരു കിറ്റിൻ്റെ റേറ്റ് കേട്ടോ. ഒരു മാഗ്നറ്റ് സൈഡിൻ്റെ പാക്കിങ്ങിൻ്റെ റേറ്റ്. ഈ സൈഡ് കുഴപ്പമില്ല, എനിക്ക് ക്ലച്ച് സൈഡ് കുഴപ്പമില്ല. മാഗ്നറ്റ് സൈഡിൻ്റെ അവിടെ താഴെ ചെറിയൊരു ലീക്കുണ്ട്. അപ്പോൾ ആ ഒരു പാക്കിംഗ് കിറ്റ് മാറണം. ഹെഡ് ബീഡിങ്ങും ചെറിയൊരു അല്പമുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ജസ്റ്റ് ഗമ്മച്ച് ഇട്ടാലും മതി. ഈ 790 വരുന്നത് സാധാരണ നമുക്ക് നോർമൽ ബൈക്കിൽ നിന്ന് വരുന്ന പേപ്പർ പാക്കിംഗ് അല്ല, ഇതിന് ഫുള്ള് മെറ്റൽ പാക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. 2 സൈഡിലും മെറ്റൽ പാക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ഗം വെച്ചിട്ട് ഇട്ടാൽ ഇത് കുറച്ചാൾ കിടന്നോളും. പാക്കിങ്ങിന് എപ്പോഴും ലീക്ക് ആകുമ്പോൾ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലച്ച് കേബിളിൻ്റെയൊക്കെ തിക്നെസ് ഉണ്ടില്ലേ, നല്ല തിക്നെസ് ഉള്ള കേബിളാണ് കേട്ടോ. അങ്ങനെ പൊട്ടൊന്നും പേടിക്കണ്ട. പക്ഷേ സപ്പോസ് ഇത് കണ്ടിട്ട് എനിക്കൊരു വിശ്വാസമില്ല, അതുകൊണ്ട് ഒരു ക്ലച്ച് കേബിൾ ഓർഡർ ചെയ്ത് വെച്ചേക്കാം. പൊട്ടിപ്പോയാൽ അടുത്ത ക്ലച്ച് കേബിൾ വരാനായിട്ട് 2 മാസം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഷോറൂമിലൊക്കെ ഓർഡർ ചെയ്താൽ 2 മാസം 3 മാസം വെയിറ്റിംഗ് പീരീഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും 780 ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും അയ്യോ അങ്ങനെ പറയില്ല,
കുറവാണല്ലോ 790. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരുവിധ സാധനങ്ങൾ നമുക്ക് ഒപ്പിക്കാം. ഡിലേ വരും, എന്നാലും നോക്കാം, ഒപ്പിക്കാം നമുക്ക്. ഓക്കെ ഗായ്സ്, ടൈം 3:30 ആയിട്ടുണ്ട് കേട്ടോ. വെളുപ്പാങ്കാലം 3:30 ആയിട്ടുണ്ട്. നമ്മൾ ഈവനിങ് 3:30ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉറക്കം വന്ന് ഇങ്ങനെ നിൽക്കാനാണ്. എന്തായാലും ഇത് കഴിയാൻ നേരത്തെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും കേട്ടോ. 5 മണി ആവാൻ നേരത്ത് നേരെ ഇവിടുന്ന് വീട്ടിൽ പോകണം, അവിടുന്ന് ഡ്രസ്സ് മാറണം, അവിടുന്ന് നേരെ തിരിച്ച് വരണം. 8 മണിക്കാണ്, രാവിലെ 8 മണിക്കാണ് ഞാൻ ലോഞ്ച് ചെയ്യും. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടും പോയി. അപ്പോൾ എന്തായാലും വാക്ക് പാലിച്ച് പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഉറക്കം ഇന്നത്തെ ദിവസം 2 ദിവസം ഉറക്കമില്ല. അപ്പോൾ നേരെ വീട്ടിൽ പോകണം, ഡ്രസ്സ് മാറണം. ഇപ്പോൾ നിക്കറൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഡ്രസ്സ് മാറണം, വരണം, ലോഞ്ച് ചെയ്യണം, വണ്ടി എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അതാണ് പരിപാടി. എന്തായാലും കുഴപ്പമില്ല, വണ്ടി ഇറങ്ങില്ല, അതുകൊണ്ടൊരു സന്തോഷം. നമ്മുടെ വണ്ടി അപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ കണക്ഷനൊക്കെ എടുത്ത് ഇതാ ഫസ്റ്റ് സ്റ്റാർട്ട് അപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റാർട്ടാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. ഓരോ വണ്ടിയും റീസ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. പീക്ക് ലെവലാണ്. ഏറ്റവും പോലെ കുറച്ച് പെയിൻറ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ സൈലൻസറൊക്കെ പെയിൻറ്റ് അടിച്ചായിരുന്നു. പുതിയ ക്യാറ്റ്. പിന്നെ നമ്മൾ ഈ ക്രോമായിട്ടുള്ള ഈ ഒരു ബെന്നൊക്കെ പഴയ കളറിലോട്ട് ആവുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല ചൂടടിച്ചിട്ട് ആ യെല്ലോ കളറിലോട്ട് ആയി വരുന്നുണ്ട്. ഇപ്പം തന്നെ ചൂടായി സാധനം. അപ്പം ക്രോമൊക്കെ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അത് രണ്ടും തിരുപ്പി ഇരിക്കാൻ നേരത്ത് പഴയ കളറിലോട്ട് ആവുക. ഇപ്പോഴും താണ്ട അവിടെ നിന്ന് ഇങ്ങനെ മഴവിലാണ് കളർ മാറി മാറി വരെയാണ് സെറ്റ്. ഗായ്സ്, രാവിലെ 5 മണിക്കത്തെ ബാങ്കാണ് അവിടെ കേൾക്കുന്നത് കേട്ടോ. സ്റ്റിൽ വർക്കിംഗ് നമ്മൾ ഇപ്പോഴും. ഉറക്കം വന്ന് ചത്ത് ഞാനൊക്കെ വയ്യ. ഇനി എനർജി ഒന്നും ഇല്ല ഗൈസ്, മൈക്കൊന്നും കുത്താനൊന്നും വയ്യ. നമ്മൾ പരിപാടി കഴിഞ്ഞ് ഏകദേശം കുറച്ച് സമയം കൂടെ മതി കേട്ടോ. ഈ ടാങ്ക് കൂടെ സെറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, എന്തായാലും 6 മണിയാവും. അതാ ഗൈസ്, നമ്മുടെ ടാങ്ക് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കസ്റ്റം മെയ്ഡ് സാധനങ്ങളൊന്നും അല്ല. KTMൻ്റെ 2022 മോഡൽ ഡ്യൂക്ക് 790യുടെ ഡിസൈനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് 2020 മോഡലാണ്. ഇത് വേറെ. അപ്പം ഈ ലുക്കിലോട്ട് നമ്മൾ ഫുള്ളായിട്ട് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഹെഡ്ലൈറ്റും ഫ്രണ്ട് വീലും എല്ലാം ഒരു ഓറഞ്ച് കോമ്പിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. 790 എന്നുള്ളൊരു സാധനം എഴുതിയിട്ട് മുകളിൽ ക്ലിയർ കോട്ടാണ് അടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് നൈറ്റായിപ്പോയി. നമുക്ക് നാളെ ഡേ ഇതിൻ്റെ ഫുൾ നല്ല നൈറ്റല്ല, ഇപ്പം വെളുപ്പാങ്ങലായിപ്പോയി. നമുക്ക് നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ ഔട്ടും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. ഇന്നിപ്പം ഇറങ്ങുന്ന വരെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് ലോഞ്ചിങ് വീഡിയോയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് വേറെ കാണാം. ഇതിപ്പോൾ എന്തായാലും നമ്മളിത് സെറ്റ് ചെയ്ത് വരെയുള്ള വീഡിയോ മാത്രമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടികളിപ്പോൾ സെറ്റാക്കി അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ടൈം ഇപ്പം 6 മണി ആയിട്ടുണ്ട്. 8 മണിക്കാണ് ഇന്ന് ലോഞ്ച് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് 6 മണി അരമണിക്കൂർ അങ്ങോട്ട്, അരമണിക്കൂർ ഇങ്ങോട്ട്, 7 മണിയാവും. ഉറങ്ങാൻ സമയമില്ല, ഒരുങ്ങണം, വരണം. അപ്പോൾ എന്തായാലും ഷാജി ബ്രോ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയും നേരം വരാം. ഓരോ നെട്ടും ബോൾട്ടും വരെ എനിക്ക് കറക്റ്റ് ഞാൻ തന്നെ മടുത്തു. എങ്ങനെയെങ്കിലും ഇട്ട് മതിയാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ പുള്ളി പക്ക ഓരോ നെട്ടും ബോൾട്ടൊക്കെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് എല്ലാം സെറ്റാക്കി തന്നത്. എനിക്കത് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. എൻ്റെ വണ്ടി പക്ക സെറ്റാക്കി എനിക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ, സീരിയസ്ലി പറഞ്ഞതാണ്, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ നമ്മൾ ഈ വണ്ടിയുടെ ലോഞ്ചിങ്ങും വീട്ടിൽ കൊണ്ടുവന്നതൊക്കെ ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ വരുന്നതായിരിക്കും കേട്ടോ. ഇത് പൊട്ടിച്ച വീഡിയോ ഞാൻ ഇട്ടില്ല. ഒരു ദിവസം വേണം വണ്ടി സെറ്റാകാം. ഇത് ഓട്ടിക്കുന്ന വീഡിയോ നമുക്ക് സെപ്പറേറ്റ് വേണം സെറ്റാകാം കേട്ടോ. ഇത് ഓട്ടിക്കുന്നത് കുറച്ച് റോട്ടിൽ കൂടെ ഒരുപാട് സ്പീഡൊന്നും പോകാൻ വയ്യ, ഒരു ഇതില്ലാത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.